എറണാകുളത്ത് നിന്ന് കാണാതായ വയോധികയെ കൊന്നു കുഴിച്ചുമൂടി. ആലപ്പുഴ കലവൂരിലെ വീട്ടുവളപ്പിൽ നിന്നാണ് 73കാരി സുഭദ്രയുടെ മൃതദേഹം കണ്ടെത്തിയത്. സുഭദ്രയുടെ മകൻ രാധാകൃഷ്ണനാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. മാത്യൂസ് ഷർമിള ദമ്പതികൾ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇരുവരും സംസ്ഥാനം വിട്ടെന്നാണ് പോലീസ് നിഗമനം. കണ്ടെത്തിയ മൃതദേഹത്തിൽ സ്വർണ്ണാഭരണങ്ങളില്ല. വീട്ടുടമസ്ഥയ്ക്കൊപ്പം സുഭദ്ര നടന്നുപോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. അല്ലമീൻ നൽകും വിവരങ്ങൾ. ആലപ്പുഴയിൽ നിന്നും അല്ലമീൻ, കൊലപാതകത്തിന്റെ ദുരൂഹത ചുരുളഴിഞ്ഞോ? സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കാൻ തന്നെയാണോ കൊല നടത്തിയിട്ടുള്ളത്? പ്രതികളെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? വിനിത, മോഷണ ശ്രമമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളൊരു പ്രാഥമിക നിഗമനവും വിലയിരുത്തലുമാണ് പോലീസിനുള്ളത്. അക്കാര്യത്തിലൊരു സ്ഥിരീകരണമൊക്കെ വേണമെങ്കിൽ ഈ പ്രതികളെന്ന് സംശയിക്കുന്നവരെ കസ്റ്റഡിയിൽ കിട്ടി അവരെ പിടികൂടി അവരെ ചോദ്യം ചെയ്താൽ മാത്രമേ കൃത്യമായ വിവരം ലഭ്യമാവുകയുള്ളൂ. പക്ഷേ പ്രാഥമികമായ ഒരു സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ മോഷണ ശ്രമമാകാം ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. കാരണം ഈ സുഭദ്ര പുറത്തേക്കൊക്കെ പോകുമ്പോൾ വലിയ തോതിൽ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാറുണ്ട്. ഏറ്റവും ഒടുവിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതായി കാണുന്ന CCTV ദൃശ്യങ്ങളിലും അവർ മാലയും വളയും ഒക്കെ ധരിച്ച് കാണുന്നുണ്ട്. പക്ഷേ ഇന്ന് ലഭിച്ച മൃതദേഹത്തിൽ അങ്ങനെ സ്വർണ്ണാഭരണങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും ആ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന ശേഷം അല്ലെങ്കിൽ കവർച്ച ശ്രമത്തിനിടെ സുഭദ്ര കൊല്ലപ്പെട്ടതാകാം എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു വിലയിരുത്തൽ. ഷർമിള മാത്യൂസ് എന്ന് പറയുന്ന ദമ്പതികളുടെ വീട്ടിലായിരുന്നു ഏറ്റവും ഒടുവിൽ സുഭദ്ര എത്തിയത്. ഇവർ ഒളിവിലാണ്. സ്വാഭാവികമായും ഇവർ തന്നെയായിരിക്കും കൊലപാതകം നടത്തിയിട്ടുണ്ടാവുക എന്നുള്ളൊരു വിലയിരുത്തലും അന്വേഷണ സംഘത്തിനുണ്ട്. കാരണം സുഭദ്രയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷിക്കുന്നതിന് ഇവരെ പോലീസ് ബന്ധപ്പെട്ടെങ്കിലും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചെങ്കിലും പോകാനോ സഹകരിക്കാനോ വിവരങ്ങൾ നൽകാനോ തയ്യാറായിരുന്നില്ല. ഒഴിഞ്ഞു മാറുകയായിരുന്നു. അങ്ങനത്തെ ചില സാഹചര്യങ്ങൾ കൂട്ടിയിണക്കുമ്പോൾ അവർ തന്നെയാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് പോലീസിന്റെ സംശയം. എന്ന് മാത്രമല്ല, ഇവർ ഈ സംഭവത്തിന് ശേഷം സംസ്ഥാനം വിട്ടു എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. സംസ്ഥാനത്തിന് പുറത്തേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. പ്രതികൾക്ക് വേണ്ടി വലവിരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവർ എവിടെയാണ് എന്ന് സംബന്ധിച്ച കൃത്യമായ ഒരു വിവരം അന്വേഷണ സംഘത്തിനില്ല. ഏതായിരുന്നാലും നാളെ ഇക്കാര്യത്തിൽ ഒരു സൂചനകളെങ്കിലും ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയും വിലയിരുത്തലുമാണ് അന്വേഷണ സംഘത്തിനുള്ളത്. അപ്പം സുഭദ്രയുടെ മൃതദേഹം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ പോസ്റ്റ്മോർട്ടം നടക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും എങ്ങനെയാണ് കൊലപാതകം നടന്നത്, സുഭദ്രയുടെ മരണം എങ്ങനെയാണ്, ഏതു വിധത്തിലാണെന്ന കാര്യത്തിൽ ഒരു വിവരം ലഭ്യമാവുക, അല്ലെങ്കിൽ അതിലും ഒരു കൃത്യത ലഭിക്കും. അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന് പ്രതികളെയും പിടികൂടി കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഈ കൊലപാതകത്തിന്റെ യഥാർത്ഥ ലക്ഷ്യവും ഏത് രീതിയിലാണ് കൊല നടത്തിയതെന്ന കാര്യത്തിലും ഒരു വ്യക്തത ലഭിക്കുകയുള്ളൂ. വിനിത, ശരി, അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത്.